ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ബ്ലൗസ് ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ നന്നായി ചേരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മടി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ പ്ലമ്മിൻ്റെ ഈ ഒരു ഫേസ് ടോണറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഫേസ് വാഷ് വെച്ചിട്ട് നമ്മളെ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പ്ലമ്മിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മളെ സ്മിറ്റൺ ആപ്പിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു വെക്കാം കേട്ടോ. എന്താണ് ഇത്ര നേരത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ചിലപ്പം ക്ലാസ്സിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴാണ് ഒഴിവുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഒഴിവുള്ള സമയത്താണ് ചിലപ്പോൾ മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ മൂത്തമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടാട്ടോ ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, അപ്പുറം ഇപ്പുറമാണ് വീട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് എന്തായാലും ക്ലിയർ ഉണ്ടാവില്ല വെളിച്ചമില്ലാത്തത് കൊണ്ട്. പിന്നെ റിംഗ് ലൈറ്റ് വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഒരുമാതിരി ആണ് കേട്ടോ. അപ്പോൾ അതത്ര ക്ലിയർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു നല്ലൊരു ലുക്ക് ചെയ്യല്ലേ, അപ്പോൾ നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് കേട്ടോ. അവരോരോ പണിയിലും കാര്യത്തിലൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ കൊണ്ടുപോയി വെച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ബേബി പൗഡറാണ് കേട്ടോ. അതും നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തൂത്ത് തുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ ലിപ്സ് ഒന്ന് ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലിപ് ബാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐ മേക്കപ്പാണ് കേട്ടോ. എനിക്കങ്ങനെ വലുതായിട്ട് ഐ മേക്കപ്പ് ലുക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ എന്താ അപ്പോൾ കുറച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറച്ച് ഐ ഷാഡോ എടുത്ത് മേലിടെ ഏതെങ്കിലും ഒരു ഗ്ലിറ്ററി ഷെയ്ഡും അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാലിട്ട് എന്നിട്ട് കണ്ണെഴുതുക. ഇതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു എന്താ പറയുക ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അല്ലാതെ വലുതായിട്ടുള്ള ഐ മേക്കപ്പ് ഒന്നും എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല കേട്ടോ. പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് എന്താ പറയുക നമുക്കങ്ങോട്ട് ശീലമായിപ്പോയി. ഇതൊന്നും മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഐഷാഡോൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട് അധികം പിങ്കും അതുപോലെ തന്നെ മെറൂണ് അങ്ങനത്തെ കളർ തന്നെയാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന കളറൊന്നും ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ. പിന്നെ ഇടാനങ്ങോട്ട് ഇല്ലാന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഇതാ കണ്ണൊക്കെ ഞാനൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഞാൻ കുറച്ച് ഐഷാഡൊക്കെ വാരി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറ ഓഫാക്കി വെച്ചത് അതിൻ്റെ ഇടയിൽ ഇതങ്ങോട്ട് ഊരിപ്പോകുന്നു കേട്ടോ. ഇത് ചേച്ചീൻ്റെയാണ് കേട്ടോ, ഞാൻ അവിടുന്ന് വാങ്ങിയിട്ട് ഇട്ടതാണ് കേട്ടോ. എൻ്റെ അങ്ങനെ ഇത്ര നല്ല കളേഴ്സൊന്നുമില്ല. എൻ്റെ മെറൂണ് അങ്ങനത്തെ ഒരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡായിരുന്നു ഉണ്ടായത്. അപ്പോൾ കണ്ണ് ഇതാ ഞാൻ ഐഷാഡോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ണ് എഴുതാൻ പോവുകയാണ് കേട്ടോ. കണ്ണ് ഞാൻ അങ്ങനെ വലുതായിട്ട് അങ്ങനെ എഴുതാറൊന്നുമില്ല. ക്ലാസ് പോകുമ്പോൾ അങ്ങനെയൊന്നും എഴുതാറില്ല. എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രമേ എഴുതാറുള്ളൂ കേട്ടോ. വാല് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആർഭാടമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ലുക്ക് ചെയ്യുമ്പോൾ ഒരുങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അടിയിൽ അങ്ങനെയാണ്, താഴെ ഞാൻ അങ്ങനെയാണ് കണ്ണ് എഴുതാറുള്ളത്. ഡെയിലി ഒന്നും ഞാൻ താഴെ കണ്ണ് എഴുതി പോവാറില്ല. പണ്ടൊക്കെ പോവായിരുന്നു സ്കൂൾ പഠിക്കുമ്പോൾ. അപ്പം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പറയും, കണ്ണെഴുതാതെ പോയിട്ടുണ്ടെങ്കിൽ പറയായിരുന്നു ഇന്ന് നീ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നതുപോലെയുണ്ട്, നീ കരഞ്ഞോ, എന്താ പറ്റിയേ, മുഖത്ത് എന്താ ഒരു ഭയങ്കര മ്ലാനത, അങ്ങനെയൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണെഴുതിയില്ലെങ്കിൽ അപ്പോഴൊക്കെ ഭയങ്കര വിമിഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം അത് എനിക്ക് എഴുതാതെ എപ്പോഴെങ്കിലുമൊക്കെ എഴുതിയിട്ട് അങ്ങനെ ശീലമായി കേട്ടോ. ഞാനിങ്ങനെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ആയിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്ന വേറെ ആയിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ വന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല എൻ്റെ വായെന്ന് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഐലാഷസിലൊക്കെ അതിനെന്താന്ന് പറയുക, മസ്കാര അപ്ലൈ ഇല്ല, ഞാൻ മറന്നുപോയി. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസ്കാരയൊക്കെ ഞാൻ കൊല്ലത്തിലൊരിക്കലേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്ര നല്ല അടിപൊളി മസ്കാര ഒന്നുമല്ല, ഇത് ഡാസ്ലറിൻ്റെ തന്നെ മസ്കാരയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നും അല്ല, ഒന്ന് വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ ഒലിച്ചിറങ്ങിപ്പോയിക്കോളൂ കേട്ടോ. അപ്പോൾ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഡാസ്ലറിൻ്റെ DLC 025 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേൽ കൂടെ കുറച്ചും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഷെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ പൊട്ടും വെച്ച് കൊടുത്തു കേട്ടോ. ഒരു റോസ് അങ്ങനെ കമ്മലിടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ ഒരു ജിമിക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ബാക്കിയൊന്നും അങ്ങോട്ട് മാച്ചായി തോന്നിയില്ല. അപ്പോൾ ഈ ഒരു ജിമിക്ക ഇട്ട് കൊടുത്തു. ഇത് അനിയത്തിൻ്റെ ജിമിക്കയാണ്. പിന്നെ ഞാൻ കുറച്ച് ഹൈലൈറ്ററും കൂടി വാരി വിതറുന്നുണ്ട് കേട്ടോ. വെറുതെ അവിടെ കിടന്നോട്ടെ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്, വെറുതെ നാശമായി പോവല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ.
അപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറച്ച് കവളിലും അതുപോലെ തന്നെ താടിയിലും പിന്നെ മൂക്കിന് തുമ്പത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് നെറ്റിയിലും കേട്ടോ. പിന്നെ വള നമ്മൾ ഇടാൻ പോവുകയാണ്. ഇപ്പോൾ 2-3 വള ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നാത്തൂമാരെ വളയാണ് കേട്ടോ. അവിടുന്ന് ഈ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഈ വളയൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറേ ഒഴിവാക്കി കേട്ടോ. അത് കഴിഞ്ഞ് സാരി ഉടുത്തുകൊണ്ടിരിക്കുകയാണ്. സാരി പിന്നെ ഞാൻ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ വൺ സൈഡായിട്ട് ഇങ്ങനെ ഇതാക്കി ഇടുന്നുള്ളൂ. അത് നമ്മളെന്താക്കി ഞെറിയെടുത്ത് കുത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് അയച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മുന്താണി ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാരി നമ്മൾ വേഗം തന്നെ ഉടുത്ത് കഴിഞ്ഞു കേട്ടോ. വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ എടുത്തെല്ലാം സെറ്റാക്കി വെച്ചേ കൊണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നിയിട്ട് ആ ഒരു കളർ നമുക്ക് നന്നായിട്ട് എടുത്ത് നിൽക്കേണ്ട ബ്ലൗസിൻ്റെ കളർ കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അനിയത്തി ഇതാ മുടി കെട്ടി തരുന്നുണ്ട്. പക്ഷേ അത് റെഡി ആവുന്നില്ല, എനിക്ക് അറിയില്ല എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി എന്നെ കെട്ടിക്കോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ ഒന്ന് കെട്ടി. അത് വെറുതെ ജസ്റ്റ് ഒന്ന് 2 സൈഡിലേക്ക് എടുത്തിട്ട് നമ്മളെന്താക്കാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ലൈഡ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാണ്ടിട്ട് ചെയ്തത്. അധികം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാതെ എനിക്ക് അങ്ങനെ അധികം ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് അങ്ങോട്ട് കാച്ചി കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. പിന്നെ മുടി അയച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ചില്ല. പിന്നെ ഞാൻ കമ്മലൊന്ന് ഊരിയിരുന്നു ഹെയർ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. മുല്ലപ്പൂ ഫേക്കാണെങ്കിൽ അവിടെ കിടന്നോട്ടെ. ഒറിജിനൽ വാങ്ങണമെങ്കിൽ നല്ല പൈസ 100 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ ഫേക്ക് മുല്ല ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ എന്തൊക്കെയോ കളറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അനിയത്തിയാണ് കേട്ടോ എനിക്കിത് മുല്ലയും കൂടി സെറ്റാക്കി തരുന്നത്. അപ്പം ഇത് ഇവിടുത്തെ സിസ്റ്ററിൻ്റെ ആണ് കേട്ടോ. മുല്ലപ്പൊക്കെ അവിടുന്ന് വാങ്ങിയത്, കടം വാങ്ങിയതാണ് കേട്ടോ. ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് മുല്ലപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാലയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താക്കി നമ്മൾ തൊട്ട് ബേക്ക് തന്നെ കാണുന്ന ഒരു കനാലുണ്ട്. അവിടെ പോയിട്ട് അവിടെ നല്ല ക്ലിയർ ഉണ്ട്. അതുകൊണ്ട് നല്ല ഒരു മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി. പിന്നെ പെട്ടെന്ന് വെയിൽ വന്നേരം മാറ്റി ഒരുങ്ങി ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ട് എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവരെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇടാനും അതുപോലെ സ്റ്റോറി ഇടാനും പിന്നെ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പം പിന്നെ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഇതാട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാരി എനിക്ക് ഉടുത്തിട്ട് ചേരുന്നുണ്ടോ, അതുപോലെ തന്നെ വൃത്തിയുണ്ട് ഉടുത്തിട്ട്, നന്നായിട്ടുണ്ടോ. സാരിയൊക്കെ ഞാൻ ഉടുക്കാൻ പഠിച്ചത് ഞാൻ TTCക്ക് പോയിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ സാരി സ്വന്തമായിട്ട് ഉടുക്കാൻ വേണ്ടി പഠിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാരിയൊക്കെ ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇത് നമ്മളെ ഫസ്റ്റ് ലുക്കാണ്. ഇനിയും സെക്കൻഡ് ലുക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓണം ഫോട്ടോഷൂട്ട് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ലുക്കും അതുപോലെ തന്നെ സാരി എടുത്തിട്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ, ടാറ്റാ, സീ യു.